ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ദേശീയപാത 66 വികസനത്തിൽ തൃശ്ശൂർ റീച്ചിലെ അവസാനത്തെ ബൈപ്പാസാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. 7ാമത്തെ ബൈപ്പാസായ കൊടുങ്ങല്ലൂർ ബൈപ്പാസ്. കഴിഞ്ഞ മതിലകം ബൈപ്പാസിൻ്റെ വീഡിയോ അവസാനിച്ച 5ാം പരുത്തിയിലാണ്. 5ാം പരുത്തി കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ വൈഡനിങ് കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ ദേശീയപാതയുടെ 2 ഭാഗത്തും മണ്ണിട്ടുയർത്തിയിട്ടാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ റോഡിനോട് ചേർന്നിട്ടുള്ള ക്രാഷ് ബാരിയറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് പൂർണ്ണമായിരിക്കുന്നു. സർവീസ് റോഡിന് ചേർന്നിട്ടുള്ള ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് പള്ളിനട എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടെയൊക്കെ വർക്കുകൾ നടന്നിരിക്കുന്നു. വൈഡനിങ് പൂർത്തിയായിട്ടുണ്ട്. നിലവിലെ റോഡിൻ്റെ 2 ഭാഗത്തും മണ്ണിട്ടുയർത്തിയിട്ടാണ് ഈ ഭാഗത്തൊക്കെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ സർവീസ് റോഡിന് ചേർന്നിട്ട് ഡ്രൈനേജിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ മണ്ണിട്ട് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് സർവീസ് റോഡ്. ഇവിടെയൊക്കെ നിലവിൽ 2 വരിപ്പാതയാണ്. 2 ഭാഗത്തും വർക്ക് നടക്കുന്നുണ്ട്. നിലവിലെ ദേശീയപാതയിൽ കൂടി തന്നെ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത്. നിലവിലെ റോഡിൻ്റെ അതേ ഹൈറ്റിൽ തന്നെയാണ് റോഡിൻ്റെ 2 ഭാഗത്തും മണ്ണിട്ടുയർത്തി വരുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്തൊക്കെ സർവീസ് റോഡ് ഉണ്ട്. അത് കുറച്ച് താഴ്ന്നിട്ടാണ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഇനി പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്ന വർക്കാണ് നടക്കാനുള്ളത്. അപ്പോൾ ഇതാണ് ശാന്തിപുരം എന്ന സ്ഥലം. ഇവിടെ കുറച്ച് മുൻപാണ് വൈഡനിങ് നടന്നിരിക്കുന്നത്. എന്തായാലും പ്രവർത്തനങ്ങളൊക്കെ നല്ല വേഗതയിലാണ് ഈ ഭാഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്ത് താഴ്ന്ന പ്രദേശമാണ്. അവിടെയൊക്കെ മണ്ണിട്ടുയർത്തി ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകളും പൂർത്തിയായിട്ടുണ്ട്. ഈ ഭാഗത്ത് എല്ലാ സ്ഥലത്തും വൈഡനിങ് കംപ്ലീറ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ കുറേ മരങ്ങളുണ്ടായിരുന്നു. ആ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയിട്ടാണ് ഇപ്പോൾ വൈഡനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സൈഡിലൊക്കെ കോൺക്രീറ്റ് വാള നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട്. കണ്ട് ഈ ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് സൈഡിൽ കോൺക്രീറ്റ് വാള നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗത്തിലാണ് തൃശ്ശൂർ റീച്ചിൽ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. റോഡിൻ്റെ വൈഡനിങ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പല ഭാഗത്തും ടാറിംഗ് പ്രവർത്തനങ്ങൾ വരെ പൂർത്തീകരിച്ചിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ പണികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് ഒരു അണ്ടർപാസാണ് വരുന്നത് പൊരിബസാറിൽ വരുന്ന അണ്ടർപാസിനനുസരിച്ചിട്ട് പീറിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ മറുഭാഗത്ത് പീറിൻ്റെ വർക്ക് ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിലവിലെ ദേശീയപാത ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. മറുഭാഗത്ത് അതിനനുസരിച്ചിട്ട് സർവീസ് റോഡിന് വീതി കൂട്ടി വന്നിട്ടുണ്ട്. കണ്ട് ഈ ഭാഗത്താണ് അണ്ടർപാസിനനുസരിച്ച് വീതി കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടി ആയിരിക്കും പിന്നീട് കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ മതിലകം ഭാഗത്തേക്ക് കടന്നു പോകുക. കുറച്ച് ദൂരം മാത്രമേ ഇങ്ങനെ റോഡിന് വീതി കൂട്ടി വന്നിട്ടുള്ളൂ. കാരണം അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള പീറിൻ്റെ വർക്കുകൾ നടക്കാനിരിക്കുകയാണ്. പിന്നീട് ഇവിടെ നിന്നൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് വരേണ്ടത് കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് നോക്കി നിങ്ങൾ സർവീസ് റോഡിന് ചേർന്നിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി നിലവിലെ റോഡിൻ്റെ അത്രയും ഹൈറ്റിൽ വരാനുള്ളതാണ്. ഇവിടെ ഇപ്പം നിലവിൽ 2 വരി പാതയാണ്. ഇനി ഇതാണ് 6 വരി പാതയായി മാറാൻ പോകുന്നത്. സർവീസ് റോഡിനോടും കൂട്ടി വരുമ്പം 8 വരി പാതയാകും. പിന്നെ അതുപോലെ തന്നെ വൈഡനിങ്ങിന് വേണ്ടി മണ്ണിട്ട് ഉയർത്തിയ പ്രദേശത്ത് ഡ്രൈനേജും പിന്നെ അതുപോലെ തന്നെ കൾവേർട്ട് റോഡിന് കുറുകെയുള്ള കൾവേർട്ടിൻ്റെ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അണ്ടർപാസിനോട് വെച്ചിട്ട് മണ്ണിട്ട് ഉയർത്തി വരാനുള്ള പ്രദേശമാണ്. പിന്നെ അതുപോലെ തന്നെ ഇനി ഇവിടുന്ന് അലൈൻമെൻറ്റിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. ആല എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഇവിടെ നോക്കി നിങ്ങൾ കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു. ആ ഭാഗം വരെ മണ്ണിട്ട് ലെവലാക്കി വരേണ്ട പ്രദേശമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ വലതു ഭാഗത്തും വൈഡനിങ് നടന്നിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡുകളും വരുന്നുണ്ട്. ഇവിടെ ഒരു വളവുണ്ട് ആലയിൽ. ഈ വളവ് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് അലൈൻമെൻറ്റ് നേരെ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ റോഡിന് കുറുകെ ഈ ഭാഗത്ത് കൾവേർട്ടിൻ്റെ നിർമ്മാണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് പിന്നീട് അലൈൻമെൻറ്റ് മാറുന്നുണ്ട്. ഇവിടുന്ന് നേരെയാണ് റോഡ് പോവുക. അപ്പോൾ ഇത് പഴയ റോഡ് കൂടി തന്നെ ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. കാരണം ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം വർക്കുകൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് പിന്നീട് ഈ വളവ് ഉണ്ടാവുന്നതല്ല. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് വാസുദേവ വിലാസം വളവിൽ വന്നിട്ടാണ് ഈ റോഡ് കയറുക. ഇത് നേരെ വന്ന് കയറുന്നത് ഇവിടെ കേട്ടോ. അപ്പം നേരെ ആലൻ്റെ അവിടെ നിന്നാണ് അലൈൻമെൻറ്റ് നേരെ വന്നിട്ട് വാസുദേവ വിലാസം വളവിൻ്റെ അവിടെ വന്നിട്ടാണ് കയറുക. പിന്നീട് സ്ട്രെയിറ്റ് ആയിട്ടാണ് പോവുക ചെയ്യുക. അപ്പോൾ ഇതാണ് വാസുദേവ വിലാസം വളവ് കേട്ടോ. ഇവിടുന്ന് പിന്നീട് ഫുള്ളായിട്ട് 2 ഭാഗത്തും വൈഡനിങ് പൂർത്തിയായിരിക്കുന്നു. അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. വൈഡനിങ് കഴിഞ്ഞ ഭാഗത്തൊക്കെ സോയിൽ സബ്ഗ്രേഡ് ചെയ്തെന്ന് വന്നിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ നല്ല വേഗതയിലാണ് വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് ഉണ്ട് നിങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഇനി മണ്ണിട്ട് ഉയർത്തി നിലവിലെ റോഡിൻ്റെ അതേ ഹൈറ്റിൽ വരാനുള്ള പ്രദേശമാണ്. പിന്നീട് ഇവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ പിന്നീട് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ്. കാരണം ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. കോതപ്പറമ്പ് എന്ന സ്ഥലത്താണ് അണ്ടർപാസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഫുള്ളായിട്ട് ഇനി ആറി പാനലിൻ്റെ വർക്കാണ് നടക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ആറി പാനലെ കൊണ്ടുവച്ചിരിക്കുന്നു. സൈഡിലൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ റോഡിന് കുറുകെ ഈ ഭാഗത്ത് കൾവേർട്ടിൻ്റെ നിർമ്മാണം നടന്നിട്ടുണ്ട് കേട്ടോ. ഇനി നിലവിലെ ദേശീയപാത ഫുള്ളായിട്ട് പൊളിച്ച് മാറ്റുമ്പോൾ മാത്രമേ ആ ഭാഗത്ത് കൾവേർട്ടിൻ്റെ വർക്കുകൾ നടക്കുകയുള്ളൂ. എന്തായാലും ഓരോ സ്ഥലത്തും കൾവേർട്ടിൻ്റെ നിർമ്മാണങ്ങൾ ഇവർ നന്നായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം ഡ്രൈനേജിൻ്റെ ഒരു ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്
അപ്പോൾ ഇതാണ് കോതപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടെയാണ് അണ്ടർപാസ് വരുന്നത്. അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് പീറിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പീർ ക്യാപ്പിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടില്ല. നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്താണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പീറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ വൈഡനിങ് പൂർത്തിയായിട്ടുണ്ട്. വൈഡനിങ് പൂർത്തിയായ ഭാഗത്ത് സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർണ്ണമായിട്ട് എല്ലാ സ്ഥലത്തും കഴിഞ്ഞിട്ടുണ്ട്. കോതപ്പറമ്പ് അണ്ടർപാസിൻ്റെ റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് അടുത്തൊരു ഫ്ലൈ ഓവർ ആരംഭിക്കാൻ പോവുകയാണ് കൊടുങ്ങല്ലൂർ ബൈപ്പാസിലേക്കുള്ളത്. എലിവേറ്റഡ് രീതിയിലാണ് ഇവിടുത്തെ ഫ്ലൈ ഓവർ വരുന്നത്. ഈ ഫ്ലൈ ഓവറിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടിയാണ് സർവീസ് റോഡ് കടന്നു പോകുന്നത്. കേരളത്തിൽ നടക്കുന്ന ദേശീയപാത 66 വികസനത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സ്ഥലത്ത് ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടെ സർവീസ് റോഡ് കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ചന്തപ്പുര ഫ്ലൈ ഓവർ സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈ പ്രദേശത്തൊക്കെ റോഡിന് കുറുകെയുള്ള കൾവണ്ട നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു. ചന്തപ്പുര ടൗൺ ക്രോസ് ചെയ്തിട്ടാണ് ഈ എലിവേറ്റഡ് ഫ്ലൈ ഓവർ കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ സർവീസ് റോഡ് പാലത്തിൻ്റെ അടിയിൽ കൂടെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ചന്തപ്പുര ഭാഗത്തു നിന്ന് കൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് ദൂരം മാത്രം സർവീസ് റോഡ് പാലത്തിൻ്റെ പുറത്ത് ഭാഗത്തു കൂടെ ഉള്ളൂ. പിന്നീട് അത് നേരെ പാലത്തിൻ്റെ തൂണുകളുടെ ഇടയിൽ കൂടാണ് നേരെ കടന്ന് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പാലത്തിനടിയിൽ കൂടെ സർവീസ് റോഡ് വരുന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ ചന്തപ്പുര ഭാഗത്ത് നിന്ന് വരുമ്പോൾ പാലം അവസാനിക്കുന്ന സ്ഥലത്താണ് ഇങ്ങനെ സർവീസ് റോഡിൻ്റെ അടിയിൽ കൂടെ കടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം വന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെയാണ് പുറത്തുകൂടിയാണ്, വെച്ചാൽ തൂണിൻ്റെ പുറത്തുകൂടിയാണ് സർവീസ് റോഡ് കടന്നു വരുന്നത്. ഇവിടെ നിന്നാണ് പിന്നീട് നേരെ തിരിഞ്ഞിട്ട് പാലത്തിൻ്റെ തൂണുകളുടെ ഇടയിൽ കൂടെ മുന്നോട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ ഇതിൽ കൂടെ ഇവിടെ നിന്നാണ് ടേണിങ് വരുന്നത്. ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് കയറില്ല. ഇപ്പോൾ ചന്തപ്പുര ഭാഗത്തു നിന്ന് വാഹനം വരുന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗം മാത്രമാണ് പാലത്തിൻ്റെ ഇടയിൽ കൂടെ സർവീസ് റോഡ് കടന്നു പോകുന്നത്. കണ്ടോ ഈ ഗ്യാപ്പ് കണ്ടോ നിങ്ങൾ? ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് സർവീസ് റോഡ് കടന്നു വരേണ്ടത് ചന്തപ്പുര ഭാഗത്തുനിന്ന്. പിന്നെ അതുപോലെ തന്നെ ആ ഭാഗത്തൊക്കെ പീറിൻ്റെ മുകളിൽ പീർ ക്യാപ്പിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. പിന്നീട് ഇവിടുന്ന് നേരെ തിരിഞ്ഞിട്ട് ഇടത് ഭാഗത്തൂടെ കയറി കണ്ടോ, ഇവിടെ കണ്ടോ ഗ്യാപ്പ് നിങ്ങൾ? അതിൽ കൂടെയാണ് പിന്നീട് സർവീസ് റോഡ് നേരെ കോതപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്നത്. കണ്ടോ ഈ പള്ളിൻ്റെ മുൻഭാഗത്തുള്ള 2 തൂണുകളുടെ ഇടയിൽ കൂടിയാണ് സർവീസ് റോഡ് കടന്നു വരുന്നത് കേട്ടോ. ഞാൻ തൂണ് കാണിച്ചു തരാം എവിടെ നിന്നാണ് പിന്നീട് ഈ സർവീസ് റോഡ് തൂണുകളുടെ ഇടയിലേക്ക് കൂടെ കയറുന്നത് എന്നുള്ളത്. കണ്ടോ ഇതിൽ കൂടിയാണ് സർവീസ് റോഡ് കടന്നു പോകുക കേട്ടോ. അപ്പം അത്രയും വ്യക്തമായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഏകദേശം 4 തൂണുകളാണ്. ഈ തൂണ്, ഒരു തൂണിൻ്റെ മുകൾ ഭാഗത്ത് 3 വരിപ്പാദ്യം, മറുഭാഗത്തുള്ള തൂണിൻ്റെ ഭാഗത്ത് 3 വരിപ്പാദ്യം. ഈ P8 എന്ന് പറഞ്ഞ പീറ് കണ്ടോ, ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ വരെയാണ് സർവീസ് റോഡ് ചന്തപ്പുര ഭാഗത്ത് നിന്ന് പുറത്ത് വരുന്നത്. പിന്നീട് ഇവിടെ നിന്നാണ് സർവീസ് റോഡ് ഈ 2 തൂണുകളുടെ ഇടയിൽ കൂടിയും കടന്നു പോകുക. കണ്ടോ ഡ്രൈനേജ് അതിനോട് ചേർന്നിട്ടാണ് വന്നിരിക്കുന്നുണ്ടോ, ഈ തൂണിനോട് ചേർന്ന് ഡ്രൈനേജ് വന്നിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്ത് കൂടിയാണ് സർവീസ് റോഡ് കടന്നു പോവുക. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഫുൾ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്, അത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അധികം വർക്കുകൾ ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ട നിങ്ങൾ പീറിൻ്റെ മുകൾ ഭാഗത്ത് ഗേർഡറുകൾ വെക്കാൻ വേണ്ടിയിട്ട് പീർ ക്യാപ്പിന് നിർമ്മാണം വരെ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടുന്ന് വെച്ച് തുടങ്ങുന്നതായിരിക്കും വരെ ഉടനെ തന്നെ. വളരെ വേഗതയിലാണ് ചന്തപ്പുര വന്ന ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പീർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്ത് 4 ഗേർഡറുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. മറുഭാഗത്ത് ഇതുമാതിരി 4 ഗേർഡറാണ്. പിന്നെ അതുപോലെ തന്നെ ചന്തപ്പുര ടൗൺ ക്രോസ് ചെയ്തിട്ടാണ് ഈ ഫ്ലൈ ഓവർ കടന്നു പോകുന്നത്. ചന്തപ്പുര ജംഗ്ഷനിൽ നിന്നും ലെഫ്റ്റ് പോയി കഴിഞ്ഞാലാണ് കൊടുങ്ങല്ലൂർ ടൗണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കൊടുങ്ങല്ലൂർ ബൈപ്പാസ് ആദ്യം തന്നെ ഉണ്ട്. അതൊന്നും കൂടിയും വീതി കൂട്ടി 6 വരി പാതയൊക്കെയാണ് ഇപ്പം. അതുകൂടാതെ പുതിയ അണ്ടർപാസുകളും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ചന്തപ്പുര ജംഗ്ഷൻ കേട്ടോ. ഇത് ക്രോസ് ചെയ്തിട്ടാണ് ഈ ഫ്ലൈ ഓവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ പീറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു, പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട്. സർവീസ് റോഡ് അടിയിൽ കൂടെ കടന്നു പോകുന്ന തൂണിൻ്റെ പീർ ക്യാപ്പിന് വ്യത്യാസമുണ്ട്. ഫ്ലൈ ഓവർ പിന്നീട് അവസാനിക്കുന്നത് നിലവിലെ ദേശീയപാതയിൽ ചന്തപ്പുര ജംഗ്ഷൻ കഴിഞ്ഞിട്ട് വരുന്ന സിഗ്നലിന് തൊട്ട് മുൻപാണ്. ഇവിടെ നിലവിലെ ദേശീയപാതയിൽ എന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂർ ബൈപ്പാസിൻ്റെ 2 ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട്. ആ 2 ഭാഗത്തുമുള്ള സർവീസ് റോഡ് 2 വരി പാതയാണ്. അപ്പോൾ അതിനോട് ചേർന്നിട്ട് ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടാറിങ്ങിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പഴയ റോഡ് പൊളിച്ചു മാറ്റിയിട്ട് രണ്ടാമത് ടാറിങ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാ സ്ഥലത്തും ദേശീയപാത 66 വികസനം വരുന്ന സമയത്തുള്ള പ്രതിഷേധങ്ങൾ ഇവിടെയും നടക്കുന്നു. ഇവിടെ സർവീസ് റോഡിൻ്റെ പണികൾ നടക്കുന്നതുകൊണ്ട് നിലവിലെ ദേശീയപാതയിൽ കൂടുതൽ ഇപ്പോഴും വാഹനങ്ങൾ ഒരു ഭാഗത്തേക്ക് കടന്നു പോകുന്നത്. പഴയ കൊടുങ്ങല്ലൂർ ബൈപ്പാസ് ഒരു സംഭവമായിരുന്നു. ചന്തപ്പുരയിൽ നിന്നും തുടങ്ങുന്ന ബൈപ്പാസ് അവസാനിക്കുന്നത് കോട്ടപ്പുറ പാലം എത്തുന്നതിന് മുൻപുള്ള ജംഗ്ഷൻ്റെ അവിടെയാണ്. ഈ ബൈപ്പാസിൽ ഏകദേശം 4-5 സിഗ്നലുകൾ ഉണ്ടായിരുന്നു. വണ്ടി ഒന്ന് കാല് കൊടുത്ത് പോകുമ്പോഴത്തേക്കും അടുത്ത സിഗ്നലിന് വരും. അപ്പോൾ തന്നെ പിന്നെയും നിൽക്കണം, പിന്നെ ക്യാമറകളുണ്ടായിരുന്നു. ഇനി പുതിയ ബൈപ്പാസിൽ സിഗ്നലുകൾ ഉണ്ടാവില്ല. അണ്ടർപാസ് മുഖാന്തരമാണ് നമ്മൾ ഈ ജംഗ്ഷനിലൊക്കെ കവർ ചെയ്ത് പോവുക.
കണ്ടിവിടെയൊക്കെ നിലവിലെ സർവീസ് റോഡ് കഴിഞ്ഞിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കും. മറുഭാഗത്തും ഇതേമാതിരി വർക്കുകൾ നടന്നിരിക്കുന്നു. പിന്നെ ഫസ്റ്റ് അണ്ടർപാസ് വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പടാകുളത്താണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചന്തപ്പുര ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് ഫസ്റ്റ് അണ്ടർപാസ് വന്നിരിക്കുന്നത് ഇവിടെയാണ്. അണ്ടർപാസിനനുബന്ധിച്ചിട്ട് പീറിൻ്റെ വർക്കും പീർ ക്യാബിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട്. ചെറിയ അണ്ടർപാസാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്നൊക്കെ പിന്നീട് ഫുള്ളായിട്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ എന്ന് വെച്ചാൽ നിലവിലെ ദേശീയപാതയുടെ ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് അണ്ടർപാസിനനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തി വരാനുള്ള പ്രദേശമാണ്. ഇവിടെയൊക്കെ ആറി പാനലിൻ്റെ വർക്കാണ് വരുന്നത്. എന്തായാലും കൊടുങ്ങല്ലൂർ ബൈപ്പാസിൻ്റെ സർവീസ് റോഡിന് ചേർന്നിട്ടുള്ള ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ റോഡിന് കുറുകെ കൾവേർട്ട് ഉണ്ടായിരുന്നു. ആ കൾവേർട്ടുകൾ പുതിയ സർവീസ് റോഡ് വന്ന ഭാഗത്ത് ജോയിൻ ചെയ്യുന്ന വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഭാഗത്തുള്ള സർവീസ് റോഡ് 2 വരി പാതയാണ്. അപ്പോൾ ഈ സൈഡിൽ ഡ്രൈനേജ് കൂടി വന്നതോട് കൂടിയിട്ട് കുറച്ചും കൂടി ഒന്ന് വീതി കൂടുന്നതാണ് സർവീസ് റോഡ്. ഇനി അടുത്ത അണ്ടർപാസ് വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ കൊടുങ്ങല്ലൂർ ബൈപ്പാസിൽ നിന്നും ചേരമൺ ജുമാ മസ്ജിദിലേക്ക് പോകുന്ന റോഡുണ്ട്. ആ ജംഗ്ഷനിലാണ് അണ്ടർപാസ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്നാണ് പിന്നീട് അഴീക്കോട് മുനമ്പം റോഡുണ്ട്. അപ്പോൾ ആ മുനമ്പം അഴീക്കോട് പുതിയ പാലം വരുന്നുണ്ട്. അതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ വീഡിയോ ഉടനെ വരുന്നതാണ്. അതുപോലെ തന്നെ ഈ അണ്ടർപാസ് അത്യാവശ്യം നല്ല വലിയ അണ്ടർപാസ് തന്നെയാണ്. ഇത് വലിയൊരു ജംഗ്ഷൻ തന്നെയായിട്ട് വരാൻ പോകുന്നത്. ഇവിടുന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ചേരമൺ ജുമാ മസ്ജിദും വലത്തോട്ട് പോയി കഴിഞ്ഞാൽ അഴീക്കോട് മുനമ്പുമാണ്. എന്ന് വെച്ചാൽ അവിടെ നിന്നാണ് പിന്നീട് എറണാകുളം പോകുന്ന തീരദേശപാത വരുന്നുണ്ട്. ഇവിടെയൊക്കെ പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഗേർഡർ ഇൻസ്റ്റാളേഷൻ നടന്നിട്ടില്ല. ഇവിടെ വരുന്ന പീർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്തും 4 ഗേർഡറാണ് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആകെ 5 ഗേർഡർ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് കണ്ടെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാവക്കാട് ബൈപ്പാസിൽ മാത്രമുള്ളൂ. പിന്നീട് ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയുടെ ഈ ഭാഗം മുഴുവനായിട്ട് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട്. ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി നിലവിലെ സർവീസ് റോഡ് പൂർണ്ണമായി പൊളിച്ചു മാറ്റിയിട്ടാണ് രണ്ടാമത് ടാറിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. അതുപോലെ തന്നെ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കാനുള്ളതാണ്. അപ്പോൾ ഈ അണ്ടർപാസിൻ്റെ മണ്ണിട്ട് ഉയർത്തുന്ന പ്രദേശം വരുന്നതുകൊണ്ടാണ് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് നടക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ റോഡിന് കുറുകെയുള്ള കൾവേർട്ടിൻ്റെ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി കൊടുങ്ങല്ലൂർ ബൈപ്പാസ് കവർ ചെയ്ത് പോകുന്നത് ഫ്ലൈ ഓവറും അണ്ടർപാസും മുഖാന്തരമാണ്. അപ്പോൾ ഇതാണ് തൃശ്ശൂർ റീച്ചിലെ അവസാനത്തെ ബൈപ്പാസ്, കൊടുങ്ങല്ലൂർ ബൈപ്പാസ്. കണ്ട് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് ഇതേമാതിരി സർവീസ് റോഡിൻ്റെ പണികൾ നടക്കുന്നുണ്ട്. ഇവിടെ കാറി പാനലിൻ്റെ വർക്കാണ് ഇനി നടക്കാനുള്ളത്. പിന്നീട് ഇവിടെ വന്നിട്ടാണ് കൊടുങ്ങല്ലൂർ ബൈപ്പാസ് അവസാനിക്കുന്നത്. ഇവിടുന്ന് പിന്നീട് അങ്ങോട്ട് എറണാകുളം റീച്ച് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ റീച്ചിലെ 7 ബൈപ്പാസുകൾ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.